ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന സെക്രട്ടേറിയറ്റ് OA എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നാളത്തെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1 and 3. ശരിയായത് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 2. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1 മാത്രം. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ക്വസ്റ്റ്യൻ നമ്പർ 3. ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1.25 കോടി മലയാളികൾ. ക്വസ്റ്റ്യൻ നമ്പർ 4. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1 and 3. ശരിയായത് കേസരി ബാലഗംഗാധര തിലകൻ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായി നവറോജി. ക്വസ്റ്റ്യൻ നമ്പർ 5. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 3 മാത്രം. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, വോൾട്ടയർ. ഇവിടെ തന്നിരിക്കുന്ന ഉദ്ധരണികളിൽ ശരിയായത് എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. ഞാനാണ് രാഷ്ട്രം, ലൂയി 14. ക്വസ്റ്റ്യൻ നമ്പർ 6. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ചൈന. ക്വസ്റ്റ്യൻ നമ്പർ 7. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇൽമനൈറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 8. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ വിഷുവം സാധിക്കുന്നത് ഏതു മാസത്തിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സെപ്റ്റംബർ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. ക്വസ്റ്റ്യൻ നമ്പർ 10. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹൈവേ. ക്വസ്റ്റ്യൻ നമ്പർ 11. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 12. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ PSLV. ക്വസ്റ്റ്യൻ നമ്പർ 13. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1, 2 and 4 ശരിയാണ്. ശരിയായത് ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഹരിത വിപ്ലവവുമായി ബന്ധം ഇല്ലാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1 മാത്രം. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെയും ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. ഹരിത വിപ്ലവവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്: ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്കുവഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ HYV ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 15. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3 and 4 ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു.
ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യം ആയിരുന്നു. 18ാമത്തെ ഉച്ചകോടി ആയിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 16. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്ത്യയിൽ കാനേഷുമാരി സെൻസസ് തുടങ്ങിയ വർഷം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1881. ക്വസ്റ്റ്യൻ നമ്പർ 18. ചരക്ക് സേവന നികുതി GST എന്നാൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പരോക്ഷ നികുതി മാത്രം. ക്വസ്റ്റ്യൻ നമ്പർ 19. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റോവിംഗ്, ചെസ്, ഗോൾഫ്. ക്വസ്റ്റ്യൻ നമ്പർ 20. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ക്യാബിനറ്റ് മിഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 21. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ വിൻസ് ഫ്രീഡം. ക്വസ്റ്റ്യൻ നമ്പർ 22. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1, 3, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. നമ്പർ 23. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരം ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 25. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1, 3, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, രാജ്യസഭ ലോകസഭ തെരഞ്ഞെടുപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 26. പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ദേശീയ പതാക. ക്വസ്റ്റ്യൻ നമ്പർ 27. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് എന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സ്നേഹസാന്ത്വനം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പ്രസ്താവന 3 തെറ്റാണ്. തെറ്റായ പ്രസ്താവന. തൻ്റെ വകുപ്പിനു കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിസഭയുടെ ചുമതലയാണ്. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 29. കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഷാജഹാൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫെബ്രുവരി 2. ക്വസ്റ്റ്യൻ നമ്പർ 31. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു.
കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 32. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതം ഉള്ള ജില്ല ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ. ക്വസ്റ്റ്യൻ നമ്പർ 33. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 35. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി യൂസ്റ്റേഷ്യൻ നാളി. ക്വസ്റ്റ്യൻ നമ്പർ 36. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1, 3, 4 എന്നിവ ശരി. ശരിയായ പ്രസ്താവനകൾ: ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിൻ്റെ ലക്ഷ്യം. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നു. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 37. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി എയ്ഡ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 38. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ക്വസ്റ്റ്യൻ നമ്പർ 39. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1, 2 എന്നിവ. കറക്റ്റ് ആൻസർ സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. ക്വസ്റ്റ്യൻ നമ്പർ 40. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ക്വസ്റ്റ്യൻ നമ്പർ 41. വായുവിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ചൈന. ക്വസ്റ്റ്യൻ നമ്പർ 42. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 10 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 43. തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം ഡാഷ് ആയിരിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 4:1. ക്വസ്റ്റ്യൻ നമ്പർ 44. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അൾട്രാവയലറ്റ് തരംഗങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 45. ചാന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ ഭൗമ പരീക്ഷണ ദൗത്യത്തിനു വേണ്ടിയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 14 ഭൗമദിനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 46. ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രോൺ ഡൈനാമിക്സ്. ക്വസ്റ്റ്യൻ നമ്പർ 47. നിത്യവും പാചകത്തിനുപയോഗിക്കുന്ന LPG ദ്രാവക അവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 48. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറിജിയയിൽ അടങ്ങിയിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി HCl, HNO3, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 49. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഏകാത്മക മിശ്രിതം. ക്വസ്റ്റ്യൻ നമ്പർ 50. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലുള്ള സംഭാവനയ്ക്കാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 51. സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ CaO, കാൽസ്യം ഓക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 52. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലുക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അലിംഗം. ക്വസ്റ്റ്യൻ നമ്പർ 53. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹാർമൻപ്രീത് കൗർ. ക്വസ്റ്റ്യൻ നമ്പർ 54.
ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികൾ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പി രാമചന്ദ്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 55. താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, BNCAP. ക്വസ്റ്റ്യൻ നമ്പർ 56. ശരിയായ ജോഡി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 3 മാത്രം ശരി. ശരിയായ ജോഡികൾ: CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ. ക്വസ്റ്റ്യൻ നമ്പർ 57. കഥകളി വിജ്ഞാനകോശം രചിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഐമനം കൃഷ്ണ കൈമൾ. ക്വസ്റ്റ്യൻ നമ്പർ 58. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, ഫൈനൽ ആൻസർ കീഴിൽ. ക്വസ്റ്റ്യൻ നമ്പർ 59. താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും. ശരിയായ പ്രസ്താവനകൾ: ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ്ബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രം സ്വിച്ച് വിവരം അയക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 60. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, ITA 2000 അല്ലെങ്കിൽ IT ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 2000 ഒക്ടോബർ 17. ക്വസ്റ്റ്യൻ നമ്പർ 61. വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം? അനുയോജ്യമായ രീതിയിൽ ബന്ധിപ്പിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, GNU ലിനക്സ്, ext4, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, NTFS, ആപ്പിൾ മാക് OS X, HPFS. ക്വസ്റ്റ്യൻ നമ്പർ 62. ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, റിലയൻസ് ഇൻഡസ്ട്രീസ്. ക്വസ്റ്റ്യൻ നമ്പർ 63. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിങ്ങിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. ക്വസ്റ്റ്യൻ നമ്പർ 64. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഒരു വലിയ പൊതു താൽപ്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 65. ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ പെടാത്തത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഏതെങ്കിലും ചരക്കുകളിലേക്കോ ഉൽപ്പന്നങ്ങളിലേക്കോ സേവനങ്ങളിലേക്കോ പരിധിയില്ലാത്ത ആക്സസ് ചെയ്യാനുള്ള അവകാശം. ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് അപകടകരമായ ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനുള്ള അവകാശം, ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ച് അറിയിക്കാനുള്ള അവകാശം, അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 66. 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കേസിൻ്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 67. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏതു വ്യവസ്ഥയിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ. ക്വസ്റ്റ്യൻ നമ്പർ 68. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 3 വർഷത്തിൽ കൂടാത്ത തടവ്. ക്വസ്റ്റ്യൻ നമ്പർ 69. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 32.
ക്വസ്റ്റ്യൻ നമ്പർ 70. താഴെ പറയുന്നവരിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജയന്തി പട്നായിക്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 71 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്സ് ആണ്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 71 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 72 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 73 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 74 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 75 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 76 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 77 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 78 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 79 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 80 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 81 ഹരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 82 ഷീ ഡാഷ് സിംഗ് ഫോർ 2 hours. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹാസ് ബീൻ സിംഗിങ്. ക്വസ്റ്റ്യൻ നമ്പർ 83 he hardly remembers anything dash question mark. Correct answer option B does he. Question number 84 choose the correct passive form of the sentence given below. He is painting the house. Correct answer option A the house is being painted by him. Question number 85 choose the correct form of the verb to make conditional sentence. If I were a millionaire I dash generously to good causes. Correct answer option A would give. Question number 86 choose the correct antonym of the given word defeat. Correct answer option C triumph. Question number 87 choose the correct phrasal verb to complete the sentence. Why did you dash our meeting? Correct answer option B call off. Question number 88 choose the correct synonym of the word sublime. Correct answer option D noble. Question number 89 feminine gender of the fox is dash. Correct answer option B vixen. Question number 90 which is the correct spelling? Correct answer option C millennium. ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചോണേ. ക്വസ്റ്റ്യൻ നമ്പർ 91 വിഷം എന്ന പദത്തിന് സമാനമല്ലാത്ത പദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ വായസം. വിഷം എന്ന പദത്തിന് സമാനമായ പദങ്ങളാണ് ഗരതം, ഗരളം, ക്ഷേളം. ക്വസ്റ്റ്യൻ നമ്പർ 92 മാരാർ ചെണ്ട കൊട്ടുന്നു. അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. മാരാര് പൂജക ബഹുവചനമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 93 താഴെ കൊടുത്തവയിൽ പുല്ലിംഗത്തിൽ പെടാത്തത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കുട്ടി. പുല്ലിംഗത്തിൽ പെടുന്നവയാണ് അധ്യാപകൻ, പുരുഷൻ, അവൻ. ക്വസ്റ്റ്യൻ നമ്പർ 94 ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അത്ഭുതം. അത് നിങ്ങൾ അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചോണേ. ക്വസ്റ്റ്യൻ നമ്പർ 95 അണിഞ്ഞൊരുങ്ങി നടക്കുന്നവൻ എന്ന അർത്ഥം ലഭിക്കുന്ന പ്രയോഗശൈലി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അഴകിയ രാവണൻ. ക്വസ്റ്റ്യൻ നമ്പർ 96 താഴെ കൊടുത്തവയിൽ ഭൂമി എന്നർത്ഥം ലഭിക്കുന്ന പദം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ക്ഷിതി. ക്വസ്റ്റ്യൻ നമ്പർ 97 നിന്ന എന്ന പദത്തിന്റെ വിപരീതം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്തുതി. ക്വസ്റ്റ്യൻ നമ്പർ 98 കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന ചൊല്ലിന്റെ അർത്ഥം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 99 താഴെ തന്നിട്ടുള്ളവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി വഴിയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 100 യഥാ പ്ലസ് ഇഷ്ടം എന്നത് ചേർത്ത് എഴുതിയാൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി യഥേഷ്ടം. അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിയമം മൂലം ബ്രിട്ടീഷുകാർ നിരോധിച്ച അനാചാരങ്ങൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 2, 3 and 4. അടിമത്തം നിരോധിച്ചു, സതി നിരോധിച്ചു, ശൈശവ വിവാഹം നിരോധിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 2 ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 3 and 4. തെലങ്കാന സമരം,
സ്വദേശി പ്രസ്ഥാനം. ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഖേഡയിലെ കർഷക സമരം. ക്വസ്റ്റ്യൻ നമ്പർ 3, ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 2 and 4. ശരിയായ ജോഡികൾ: കേസരി മറാത്ത ബാലഗംഗാധര തിലക്, വന്ദേ മാതരം ലാല ലജ്പത് റായ്. ക്വസ്റ്റ്യൻ നമ്പർ 4, വെനിസുല, കൊളംബിയ, ഇക്വഡർ, പെറു തുടങ്ങിയ രാജ്യങ്ങളെ സ്പെയിനിൻ്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സൈമൺ ബൊളിവർ. ക്വസ്റ്റ്യൻ നമ്പർ 5, 1956 പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എത്ര? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇതിൻ്റെ കോഡ് ഷോർട്സിലുണ്ട്, എല്ലാവരും നോക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 6, കേരളത്തിൽ നടന്ന മൂക്കൂത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ക്വസ്റ്റ്യൻ നമ്പർ 7, ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിൽ സൂര്യൻ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1 and 3. മാർച്ച് 21, സെപ്റ്റംബർ 23. ക്വസ്റ്റ്യൻ നമ്പർ 8, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അന്തരീക്ഷത്തിൽ താപം പ്രസരിക്കുന്ന വിവിധ രീതികൾ തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1, 2 and 3. ചാലനം, സംവഹനം, അഭിവഹനം. ക്വസ്റ്റ്യൻ നമ്പർ 9, നാം അധിവസിക്കുന്ന ഭൂമിയും സൗരയൂഥവും ക്ഷീരപഥ ഗാലക്സിയിൽ ഉൾപ്പെട്ടതാണ്. ഇതിൻ്റെ ആകൃതി എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സർപ്പിൾ ആകാരം. ക്വസ്റ്റ്യൻ നമ്പർ 10, കൂട്ടത്തിൽപ്പെടാത്തത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ചിനൂക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 11, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1, 2 and 4. ശരിയായ പ്രസ്താവനകൾ: സഞ്ചാരപഥം ഭൂമിയിൽ നിന്നും ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നു. വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 12, സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങൾ തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 1, 2 and 4. സാംസ്കാരിക ഭൂപടങ്ങൾ: സൈനിക ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, രാഷ്ട്രീയ ഭൂപടം. ക്വസ്റ്റ്യൻ നമ്പർ 13, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി വ്യവസായ വായ്പകൾ നൽകുന്ന പരമോന്നത ബാങ്ക്. നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്: ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സ്ഥാപിക്കപ്പെട്ടു. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്ക്. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14, കേന്ദ്ര പൊതുമേഖലാ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്വതന്ത്ര അധികാരങ്ങൾ നൽകുന്നതിനായി ഭാരത സർക്കാർ നൽകുന്ന പ്രത്യേക പദവി ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവയെല്ലാം. മഹാരത്ന, നവരത്ന, മിനിരത്ന. ക്വസ്റ്റ്യൻ നമ്പർ 15, താഴെ പറയുന്ന ജോഡികളിൽ ശരിയായി യോജിക്കുന്നത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 8ാം പഞ്ചവത്സര പദ്ധതി, മാനവശേഷി വികസനം. ക്വസ്റ്റ്യൻ നമ്പർ 16, ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17, ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 18, 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്ന GSTയിൽ ലയിക്കപ്പെടാത്ത നികുതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആദായ നികുതി. ക്വസ്റ്റ്യൻ നമ്പർ 19, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് രൂപീകരിച്ച വർഷം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 1967 സെപ്റ്റംബർ. ക്വസ്റ്റ്യൻ നമ്പർ 20, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ട് നിലവിൽ വന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 2008 ഓഗസ്റ്റ് 11. ക്വസ്റ്റ്യൻ നമ്പർ 21, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നു. ക്വസ്റ്റ്യൻ നമ്പർ 22, താഴെ പറയുന്നവയിൽ ഹരിത കേരളം പദ്ധതിയെപ്പറ്റി ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം,
കാർഷിക വികസനം തുടങ്ങിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 23, രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ഇംപീച്ച്മെന്റിനെ പറ്റി ശരിയായ പ്രസ്താവന കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം മാത്രമേ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവൂ. ക്വസ്റ്റ്യൻ നമ്പർ 24, മഴക്കെടുതികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിനു വേണ്ടി കേരള ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പുറപ്പെടുവിക്കുന്നതിന്റെ ഉദ്ദേശം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. 24 മണിക്കൂറിൽ 6 സെന്റിമീറ്റർ മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 25, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ DP ഖെയ്ത്താന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒഴിവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. TT കൃഷ്ണമാചാരി. ക്വസ്റ്റ്യൻ നമ്പർ 26, എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണ് സെൻട്രൽ വിസ്ത. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണം. ക്വസ്റ്റ്യൻ നമ്പർ 27, താഴെ പറയുന്നവയിൽ ഏത് വിഭാഗം ഉദ്യോഗസ്ഥരാണ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ്. ക്വസ്റ്റ്യൻ നമ്പർ 28 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതി പങ്കിടുന്നതിനെ പറ്റി രാഷ്ട്രപതിക്ക് നിർദ്ദേശം സമർപ്പിക്കുന്നതിന് അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനം ഏത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ധനകാര്യ കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 30, കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനമന്ത്രി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. AB വാജ്പേയി. ക്വസ്റ്റ്യൻ നമ്പർ 31, താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ അനുച്ഛേദങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. അനുച്ഛേദം 20, ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 32, താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യം ഉള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ജമ്മു കാശ്മീർ. ക്വസ്റ്റ്യൻ നമ്പർ 33, മാതാപിതാക്കളുടെ മരണം മൂലം സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളെ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ധനസഹായ പദ്ധതി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. സ്നേഹപൂർവം. ക്വസ്റ്റ്യൻ നമ്പർ 34, പ്രൈമേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികളെ പ്രൊസീമിയൻസ് എന്നും ആന്ത്രോപ്പോയിഡ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ പ്രൊസീമിയൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിക്ക് ഉദാഹരണമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ലിമർ. ക്വസ്റ്റ്യൻ നമ്പർ 35, തിരുവനന്തപുരം, ഇടുക്കി ജില്ലകളിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ ഏതിനം സസ്യവിഭാഗത്തിനാണ് മുൻ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജയോടുള്ള ബഹുമാനാർത്ഥം ഇൻസ്പേഷ്യസ് ശൈലജ എന്ന പേര് നൽകിയത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. കാശിത്തുമ്പ. ക്വസ്റ്റ്യൻ നമ്പർ 36, മനുഷ്യന്റെ ദഹന പ്രക്രിയയിൽ രാസാഗ്നികൾക്ക് പ്രധാന പങ്കുണ്ട്. മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുന്ന ആഗ്നേയരസത്തിലെ രാസാഗ്നിയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ട്രിപ്സിൻ. ക്വസ്റ്റ്യൻ നമ്പർ 37, വൈറസ് വഴി ഉണ്ടാകുന്ന രോഗം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. മഞ്ഞപ്പിത്തം. ക്വസ്റ്റ്യൻ നമ്പർ 38, താഴെ പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സേവനങ്ങളിൽ ഏതാണ് ശരി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. 2 and 3. മരുന്ന് കൊടുത്തുള്ള ചികിത്സ, പ്രതിരോധ കുത്തിവയ്പ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 39, പാപ്സ്മിയർ പരിശോധന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അർബുദം. ക്വസ്റ്റ്യൻ നമ്പർ 40, പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിയന്ത്രിക്കുന്ന നിയമം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. കോട്ട്പ. COTPA. ക്വസ്റ്റ്യൻ നമ്പർ 41, ആധുനിക വൈദ്യശാസ്ത്ര പഠനം നടത്തിവരുന്ന കേരളത്തിലെ സർക്കാർ സ്ഥാപനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 42, ഒരു ഉപഗ്രഹത്തിന്റെ ഗതികോർജം 2 mg ആണ് എങ്കിൽ ആ ഉപഗ്രഹത്തിന്റെ ആകെ ഊർജം എത്രയായിരിക്കും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. -2 mg. ക്വസ്റ്റ്യൻ നമ്പർ 43, ഒരു ദ്വിതീയ മഴവില്ലിൽ വയലറ്റ് നിറത്തിന്റെ വ്യതിയാന കോൺ എത്ര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. 54.2 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 44, വായു മൂലമുണ്ടാകുന്ന ഹർഷണം എങ്ങനെ കുറയ്ക്കാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. സ്ട്രീം ലൈനിങ്. ക്വസ്റ്റ്യൻ നമ്പർ 45 ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 46, സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയിൽ അനുഭവപ്പെടുന്ന കഠിനമായ ചൂടിനെക്കുറിച്ചും മറ്റ് സൗരപ്രതിഭാസങ്ങളെക്കുറിച്ചും പഠിക്കാനും ഇന്ത്യ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന പേടകം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ആദിത്യ L1. ക്വസ്റ്റ്യൻ നമ്പർ 47,
ഒരേ സമയം വൈദ്യുതചാലകമായും വൈദ്യുത പ്രതിരോധിയായും അവതരിക്കാൻ കഴിയുന്ന ദ്രവ്യരൂപം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ജാൻ ടെല്ലർ മെറ്റൽ. ക്വസ്റ്റ്യൻ നമ്പർ 48. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദ്യത്തെ കൃത്രിമ മൂലകം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ടെക്നീഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 49. നൈട്രജൻ വാതകത്തിന്റെ ക്രിട്ടിക്കൽ താപനില. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 126.4 K. ക്വസ്റ്റ്യൻ നമ്പർ 50. ആംഫോട്ടറിക് ഓക്സൈഡിന് ഉദാഹരണമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, Al2O3. ക്വസ്റ്റ്യൻ നമ്പർ 51. കോവിഡുമായി ബന്ധപ്പെട്ട സ്വാബ് സെക് എന്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം. ക്വസ്റ്റ്യൻ നമ്പർ 52. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, കൃഷ്ണപുരം കൊട്ടാരം. ക്വസ്റ്റ്യൻ നമ്പർ 53. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ പ്രസിദ്ധനായ എഴുത്തുകാരൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, PC കുട്ടിക്കൃഷ്ണൻ. ക്വസ്റ്റ്യൻ നമ്പർ 54. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ക്വസ്റ്റ്യൻ നമ്പർ 55. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ പഠനം ഉറപ്പുവരുത്താനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഫസ്റ്റ് ബെൽ. ക്വസ്റ്റ്യൻ നമ്പർ 56. കണ്ണശ സ്മാരകം ആരുടെ സ്മരണയ്ക്കുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, നിരണം കവികൾ. ക്വസ്റ്റ്യൻ നമ്പർ 57. കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഉദയ സ്റ്റുഡിയോ. ക്വസ്റ്റ്യൻ നമ്പർ 58. പാരാലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അവാനി ലേഖര. ക്വസ്റ്റ്യൻ നമ്പർ 59. ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 60. ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും ഭാഷാ പ്രോസസ്സറുകളും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങളാണ്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിലെ ഫയലുകൾ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ. ക്വസ്റ്റ്യൻ നമ്പർ 61. സൈബർ കുറ്റകൃത്യ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. മുകളിൽ കൊടുത്ത ജോഡികളിൽ ഏതാണ് ശരിയായി പൊരുത്തപ്പെടുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം 3ഉം മാത്രം. ശരിയായത്: ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, വസ്തുവകകൾക്കെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ, ഇന്റർനെറ്റ് സമയമോഷണം, വ്യക്തികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, സൈബർ ഭീകരത, സർക്കാരിനെതിരെ സൈബർ കുറ്റകൃത്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 62. താഴെ പറയുന്നവയിൽ ഏതാണ് വേർഡ് പ്രോസസ്സറുകൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കീഴിൽ വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ലിബ്രെ ഓഫീസ് റൈറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 63. താഴെ കൊടുത്ത ഓപ്ഷനുകളിൽ നിന്ന് ഇന്റർനെറ്റിലെ സേവനങ്ങൾ അല്ലാത്തത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ടോപ്പോളജി. ഇന്റർനെറ്റിലെ സേവനങ്ങളാണ് ഇമെയിൽ, www, സെർച്ച് എഞ്ചിനുകൾ. നമ്പർ 64. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല. ക്വസ്റ്റ്യൻ നമ്പർ 65. താഴെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകൾ മനസ്സിലാക്കിയ ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, പ്രസ്താവനകൾ 2ഉം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നിയമിക്കുന്ന ദേശീയ ഉപഭോക്തൃ പരിഹാര കമ്മീഷനിൽ പ്രസിഡന്റും കൂടാതെ 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ദേശീയ കമ്മീഷന് മുമ്പാകെ നേരിട്ട് സമർപ്പിക്കുന്ന പരാതികൾക്ക് അതിന്റെ അധികാരപരിധി നിശ്ചയിക്കുന്നതിനായി 10 കോടിയിലധികം രൂപയുടെ വില ഉണ്ടായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 66. ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന 2005 നിയമം അനുസരിച്ച് ഗാർഹിക പീഡനം എന്ന നിർവചനത്തിന്റെ പരിധിയിൽ വരാവുന്നത് ഏതാണ്? ഉചിതമായത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞ എല്ലാം ഉൾപ്പെടും. ശാരീരികമായ പീഡനം, ലൈംഗികമായ പീഡനം, വാക്കുകൾ കൊണ്ടും മാനസികവുമായ പീഡനം. ക്വസ്റ്റ്യൻ നമ്പർ 67. മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചെലവ് നൽകുന്ന 2007 നിയമം അനുസരിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, സംരക്ഷണ ചിലവിലേക്കായി പ്രതിമാസം പരമാവധി 10,000 രൂപയാണ് ട്രിബ്യൂണലിന് വിധിക്കാവുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 68. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്കുള്ള ചെയർപേഴ്സണെയും അംഗങ്ങളെയും സംബന്ധിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, പ്രസ്താവനകൾ 2ഉം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുന്ന സമിതിയിൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്നു. ചെയർപേഴ്സണായി നിയമിതനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്
കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇപ്പോഴത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. അതും കൂടെ ഓർത്തു വെച്ചോണേ. ക്വസ്റ്റ്യൻ നമ്പർ 69. ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായത് തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിവിധ കുറ്റകൃത്യങ്ങളിൽ അതിൻ്റെ ഗൗരവം അനുസരിച്ച് പരമാവധി വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ്. നിയമവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോമിൽ ആയിരിക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ 70. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആക്ട് 2014 അനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. പ്രസ്താവനകൾ രണ്ടും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ന്യൂനപക്ഷം എന്നത് 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള സമുദായം ആയിരിക്കണം. കമ്മീഷൻ അംഗങ്ങളിൽ ഒരു വനിത ഉണ്ടായിരിക്കേണ്ടതും അത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും ആയിരിക്കേണ്ടതുമാണ്. ഇനിയുള്ള 71 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആൻസറിൻ്റെ ഓപ്ഷനും മാത്രമാണ് വായിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 71 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 72 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 73 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 74 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 75 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 76 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 77 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 78 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 79 കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 80 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. 81. You have got to arrive before 10 dash question mark. Correct answer option C. Haven't you? Question number 82. Let them build a hospital here. Change it to passive voice. Correct answer option C. Let a hospital be built here by them. Question number 83. Which is the correct sentence? Correct answer option A. The children had better wear their coats. Question number 84. You dash wash those glasses. They are clean. Correct answer option D. Needn't. Question number 85. Which part of the sentence has an error? Correct answer option B. Has took. Question number 86. One word for the state of being unmarried. Correct answer option B. Celibacy. Question number 87. A dash of journalist. ഈ ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 88. The idiom let the cat out of the bag means. Correct answer option C. To make something public. Question number 89. The synonym of the word bait. Correct answer option A. Allure. Question number 90. An example of compound word. Correct answer option B. Railroad. 91. തെക്കൻ കാറ്റ് വീശുന്നു. ഇതിലെ തെക്കൻ എന്ന പദം ഏത് തദ്ധിതത്തിന് ഉദാഹരണമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. തത്വതദ്ധിതം. ക്വസ്റ്റ്യൻ നമ്പർ 92. തെറ്റായ വാക്യഭാഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. 1000 തേങ്ങകൾ. ക്വസ്റ്റ്യൻ നമ്പർ 93. ഒറ്റപ്പദം എഴുതുക. പഠിക്കുവാൻ ആഗ്രഹമുള്ളയാൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. പിപടിഷു. ക്വസ്റ്റ്യൻ നമ്പർ 94. ആളി എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. വണ്ട്. ആളി എന്ന വാക്കിൻ്റെ പര്യായപദങ്ങളാണ് തോഴി, ചേടി, സഖി. ക്വസ്റ്റ്യൻ നമ്പർ 95. മേയനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. നിലാവ്. ക്വസ്റ്റ്യൻ നമ്പർ 96. ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. നിമീലനം. ക്വസ്റ്റ്യൻ നമ്പർ 97. ശരിയായ രൂപം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ധാർഷ്ട്യക്കാരൻ. അതിൻ്റെ സ്പെല്ലിംഗ് നോക്കി വെച്ചോണേ. ക്വസ്റ്റ്യൻ നമ്പർ 98. ഇവിടം പിരിച്ചെഴുതുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഇ പ്ലസ് ഇടം. ക്വസ്റ്റ്യൻ നമ്പർ 99. ഉത്സവം മുടങ്ങി, ഇനി ബഹളത്തിൻ്റെ പൊടിപൂരം ആയിരിക്കും. ഇത് ഏത് വാക്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. മഹാവാക്യം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ. ഇതിന് തുല്യമായ പ്രയോഗം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. അഴകുള്ള ചക്കയിൽ ചുളയില്ല. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ചാനലിലുണ്ട്. അത് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഇവിടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. പിന്നെ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതണം.
മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്